അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന 22-ാം അധ്യായം. യഹൂദരോട് പ്രസംഗിക്കുന്നു. സഹോദരരെ, പിതാക്കന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ന്യായവാദം കേൾക്കുവിൻ. ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി. അവൻ പറഞ്ഞു, ഞാനൊരു യഹൂദനാണ്. കിലിക്യായിലെ താർസോസിൽ ജനിച്ചു. എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിൻ്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി. ഇന്ന് നിങ്ങളെല്ലാവരുമായിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണത നിറഞ്ഞവനായിരുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്തക്ക വിധം പീഡിപ്പിച്ചവനാണ് ഞാൻ. പ്രധാന ആചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവൻ തന്നെയും എനിക്ക് സാക്ഷികളാണ്. ദമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു. മാനസാന്തര കഥ. ഞാൻ യാത്ര ചെയ്ത് മധ്യാഹ്നത്തോടെ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു വലിയ പ്രകാശം എൻ്റെ ചുറ്റും വ്യാപിച്ചു. ഞാൻ നിലത്തു വീണു. ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ. എൻ്റെ കൂടെയുണ്ടായിരുന്നവർ പ്രകാശം കണ്ടു, എന്നാൽ എന്നോട് സംസാരിച്ചവൻ്റെ സ്വരം കേട്ടില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? കർത്താവ് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോകുക. നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. പ്രകാശത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്നവർ കൈക്കു പിടിച്ച് എന്നെ നടത്തി. അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി. അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും നിയമം അനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സഹോദരനായ സാവൂൾ, നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു. അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുൻപാകെ അവന് നീ സാക്ഷിയായിരിക്കും. ഇനി നീ എന്തിനു കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക. അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. വിജാതീയരുടെ അപ്പസ്തോലൻ. ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ദിവ്യ അനുഭൂതിയുണ്ടായി. കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, നീ വേഗം ജെറുസലേമിന് പുറത്തു കടക്കുക, കാരണം എന്നെക്കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ സിനഗോഗുകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ബന്ധനസ്ഥരാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. നിനക്ക് സാക്ഷ്യം നൽകിയ സ്തേഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തുനിന്ന് അത് അംഗീകരിക്കുകയും അവൻ്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ പോവുക, അങ്ങ് ദൂരെ വിജാതീയരുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും. ന്യായാസന സമക്ഷം. ഇത്രയും പറയുന്നതുവരെ അവരവനെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. പിന്നെ അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക, അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവർ ആക്രോശിച്ചുകൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴി വാരിയെറിയുകയും ചെയ്തു. അപ്പോൾ സഹസ്രാധിപൻ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാനും എന്തു കുറ്റത്തിനാണ് അവർ അവനെതിരായി ആക്രോശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനും കൽപ്പിച്ചു. അവർ പൗലോസിനെ തോൽവാറുകൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്തുനിന്ന ശതാധിപനോട് അവൻ ചോദിച്ചു, റോമ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണോ? ശതാധിപൻ ഇത് കേട്ടപ്പോൾ സഹസ്രാധിപനെ സമീപിച്ചു പറഞ്ഞു, അങ്ങ് എന്താണ് ചെയ്യാൻ ഒരുങ്ങുന്നത്? ഈ മനുഷ്യൻ റോമ പൗരനാണല്ലോ. അപ്പോൾ സഹസ്രാധിപൻ വന്ന് അവനോട് ചോദിച്ചു, പറയൂ, നീ റോമ പൗരനാണോ? അതെ എന്നവൻ മറുപടി നൽകി. സഹസ്രാധിപൻ പറഞ്ഞു, ഞാനൊരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത്. പൗലോസ് പറഞ്ഞു, എന്നാൽ ഞാൻ ജന്മന റോമാ പൗരനാണ്.
അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവർ ഉടനെ അവിടെ നിന്ന് പിൻവാങ്ങി. പൗലോസ് റോമ പൗരനാണെന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധനസ്ഥനാക്കിയതിൽ സഹസ്രാധിപനും ഭയപ്പെട്ടു. യഹൂദന്മാർ അവൻ്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ആലോചനാ സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു. പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ നിർത്തി. 23-ാം അധ്യായം. ആലോചനാ സംഘത്തിനു മുൻപിൽ. പൗലോസ് സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, സഹോദരന്മാരെ, ഇന്നേ വരെ ദൈവത്തിൻ്റെ മുൻപിൽ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത്. പ്രധാന പുരോഹിതനായ അനനിയാസ് തൻ്റെ അടുത്ത് നിന്നവരോട് അവൻ്റെ മുഖത്ത് അടിക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു, വെള്ള പൂശിയ മതിലേ, ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു. എന്നെ നിയമാനുസൃതം വിധിക്കുവാനാണ് നീ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കൽപ്പിക്കുന്നുവോ? അടുത്തു നിന്നവർ ചോദിച്ചു, ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതനെ നീ അധിക്ഷേപിക്കുകയാണോ? പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്റെ ജനത്തിൻ്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച് സംസാരിക്കരുത്. സംഘത്തിൽ ഒരു വിഭാഗം സദുക്കായരും മറ്റുള്ളവർ ഫരിസേയരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, ഞാനൊരു ഫരിസേയനും ഫരിസേയ പുത്രനുമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്. അവനിതു പറഞ്ഞപ്പോൾ ഫരിസേയരും സദുക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ രണ്ടു പക്ഷമായി തിരിയുകയും ചെയ്തു. കാരണം പുനരുത്ഥാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദുക്കായർ പറയുന്നത്. ഫരിസേയരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു. അവിടെ വലിയ ബഹളമുണ്ടായി. ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് ഇങ്ങനെ വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു ആത്മാവോ ദൂതനോ ഒരു പക്ഷേ ഇവനോട് സംസാരിച്ചിരിക്കാം. തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതിനാൽ അവരുടെ മുൻപിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധൈര്യമായിരിക്കുക. ജെറുസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു. യഹൂദരുടെ ഗൂഢാലോചന. പ്രഭാതമായപ്പോൾ യഹൂദർ ഗൂഢാലോചന നടത്തി. പൗലോസിനെ വധിക്കുന്നതുവരെ തങ്ങൾ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ശപഥം ചെയ്തു. 40-ലധികം പേർ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത്. അവർ പുരോഹിത പ്രമുഖന്മാരെയും ജനപ്രമാണികളെയും സമീപിച്ചു പറഞ്ഞു, ഞങ്ങൾ പൗലോസിനെ കൊല്ലുന്നതുവരെ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുന്നതിനെന്ന ഭാവേന അവനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങൾ സംഘം മുഴുവനും ഒന്നിച്ച് സഹസ്രാധിപനോട് ആവശ്യപ്പെടുവിൻ. ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവനെ കൊല്ലാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. പൗലൂസിൻ്റെ സഹോദരീപുത്രൻ ഈ ചതിയെപ്പറ്റി കേട്ടു. അവൻ പാളയത്തിൽ ചെന്ന് പൗലോസിനെ കണ്ട് വിവരമറിയിച്ചു. പൗലോസ് ഒരു ശതാധിപനെ വിളിച്ചു പറഞ്ഞു, ഈ യുവാവിനെ സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെല്ലുക, അവൻ എന്തോ പറയാനുണ്ട്. അതിനാൽ അവൻ അവനെ സഹസ്രാധിപന്റെ മുൻപിൽ കൊണ്ടുചെന്ന് ഇപ്രകാരം ബോധിപ്പിച്ചു, തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ച് ഈ ചെറുപ്പക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവന് എന്തോ പറയാനുണ്ട് പോലും. സഹസ്രാധിപൻ അവനെ കൈക്കു പിടിച്ച് മാറ്റി നിർത്തി രഹസ്യമായി ചോദിച്ചു, എന്താണ് നിനക്ക് പറയാനുള്ളത്? അവൻ പറഞ്ഞു, യഹൂദന്മാർ പൗലോസിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കാൻ എന്ന ഭാവേന അവനെ തങ്ങളുടെ ആലോചനാ സംഘത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ അവർക്ക് വഴങ്ങരുത്. കാരണം അവരിൽ 40-ലേറെ പേർ പൗലോസിനെ വധിക്കാതെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല എന്ന് വ്രതമെടുത്തുകൊണ്ട് അവനെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുണ്ട്. നിന്നിൽ നിന്ന് അനുവാദം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒരുങ്ങിയിരിക്കുകയാണ്. ഇക്കാര്യം നീ എന്നെ അറിയിച്ചുവെന്ന് ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ച് സഹസ്രാധിപൻ അവനെ പറഞ്ഞയച്ചു. ഫെലിക്സിൻ്റെ അടുത്തേക്ക്. പിന്നെ അവൻ 2 ശതാധിപന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു, രാത്രിയുടെ 3-ാം മണിക്കൂറിൽ കേസറിയ വരെ പോകാനായി 200 ഭടന്മാരെയും
70 കുതിരപ്പടയാളികളെയും 200 ശൂലധാരികളെയും ഒരുക്കി നിർത്തുക. പൗലോസിന് യാത്ര ചെയ്യാനുള്ള കുതിരകളെയും തയ്യാറാക്കുക. അവനെ ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ സുരക്ഷിതമായി എത്തിക്കണം. അവൻ ഇങ്ങനെ ഒരു കത്തും എഴുതി: അഭിവന്ദ്യനായ ദേശാധിപതി ഫെലിക്സിന് ക്ലൗദിയൂസ് ലീസിയാസിൻ്റെ അഭിവാദനങ്ങൾ. ഈ മനുഷ്യനെ യഹൂദന്മാർ പിടിച്ചു ബന്ധിച്ചു. ഇവനെ കൊല്ലാൻ അവർ ഒരുമ്പെട്ടപ്പോൾ ഇവൻ റോമ പൗരനാണെന്നറിഞ്ഞ് ഞാൻ ഭടന്മാരോട് കൂടെ ചെന്ന് ഇവനെ രക്ഷിച്ചു. ഇവൻ്റെ മേലുള്ള ആരോപണം എന്താണെന്ന് സൂക്ഷ്മമായി അറിയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇവനെ അവരുടെ ആലോചനാ സംഘത്തിൽ കൊണ്ടുചെന്നു. ഇവൻ്റെ പേരിലുള്ള ആരോപണം അവരുടെ നിയമങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ വധമോ കാരാഗൃഹമോ അർഹിക്കുന്ന ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല. ഇവനെതിരെ ഗൂഢാലോചന ഉണ്ടെന്നറിഞ്ഞ് ഉടൻ തന്നെ ഞാൻ നിന്റെ അടുക്കലേക്ക് ഇവനെ അയക്കുകയാണ്. ഇവനെതിരായുള്ള ആരോപണങ്ങൾ നിന്റെ മുൻപിൽ സമർപ്പിക്കാൻ പരാതിക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൽപ്പനയനുസരിച്ച് ഭടന്മാർ പൗലോസിനെ രാത്രി തന്നെ അന്തിപ്പാത്രിസിലേക്ക് കൊണ്ടുപോയി. പ്രഭാതമായപ്പോൾ അവനോടൊന്നിച്ചു പോകാൻ കുതിരപ്പടയാളികളെ നിയോഗിച്ചിട്ട് ഭടന്മാർ പാളയത്തിലേക്ക് മടങ്ങി. അവർ കേസറിയായിലെത്തി കത്ത് ദേശാധിപതിയെ ഏൽപ്പിക്കുകയും പൗലോസിനെ അവൻ്റെ മുൻപിൽ കൊണ്ടുവരികയും ചെയ്തു. കത്ത് വായിച്ചതിനു ശേഷം അവൻ ഏതു പ്രവിശ്യയിൽപ്പെട്ടവനാണെന്ന് അവൻ ചോദിച്ചു. കിലിക്യക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പരാതിക്കാർ വരുമ്പോൾ ഞാൻ നിന്നെ വിസ്തരിക്കാം. ഹേറോദേസിൻ്റെ പ്രത്തോറിയത്തിൽ അവനെ സൂക്ഷിക്കാൻ അവൻ ആജ്ഞാപിച്ചു. 24-ാം അധ്യായം. കുറ്റാരോപണം. 5 ദിവസം കഴിഞ്ഞ് പ്രധാന പുരോഹിതനായ അനനിയാസ് ഏതാനും ജനപ്രമാണികളോടും അഭിഭാഷകനായ തെർത്തുളൂസിനോടും കൂടെ അവിടെ എത്തി. അവർ ദേശാധിപതിയുടെ മുൻപാകെ പൗലോസിനെതിരായി പരാതിപ്പെട്ടു. അവനെ കൊണ്ടുവന്നപ്പോൾ തെർത്തുളൂസ് ഇങ്ങനെ കുറ്റാരോപണം തുടങ്ങി: അഭിവന്ദ്യനായ ഫെലിക്സേ, നിന്റെ ഭരണത്തിൽ ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നുവെന്നതും നിന്റെ പരിപാലനം വഴി ഈ ദേശത്ത് പല പരിഷ്കാരങ്ങളും നടപ്പാക്കപ്പെട്ടിരിക്കുന്നുവെന്നതും ഞങ്ങൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും കൃതജ്ഞതാപൂർവം അംഗീകരിക്കുന്നു. നിന്നെ അധികം ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ചുരുക്കത്തിൽ പറയുന്ന ഇക്കാര്യം ദയാപൂർവം കേൾക്കണം. ഈ മനുഷ്യൻ ശല്യക്കാരനും ലോകം മുഴുവനുമുള്ള യഹൂദരുടെ ഇടയിൽ ഒരു പ്രക്ഷോഭകാരിയുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. ഇവൻ നസറായ പക്ഷത്തിൻ്റെ പ്രമുഖ നേതാവുമാണ്. ദേവാലയം പോലും അശുദ്ധമാക്കാൻ ഇവൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ ഇവനെ പിടികൂടി. നീ തന്നെ ഇവനെ വിസ്തരിക്കുന്ന പക്ഷം ഇവനെതിരായുള്ള ഞങ്ങളുടെ ഈ ആരോപണങ്ങളെക്കുറിച്ച് ഇവനിൽ നിന്ന് തന്നെ നിനക്ക് ബോധ്യമാകുന്നതാണ്. ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരും കുറ്റാരോപണത്തിൽ പങ്കുചേർന്നു. ഫെലിക്സിൻ്റെ മുൻപിൽ സംസാരിക്കാൻ ദേശാധിപതി ആംഗ്യം കാണിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, വളരെ വർഷങ്ങളായി നീ ഈ ജനതയുടെ ന്യായാധിപനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മേലുള്ള കുറ്റാരോപണങ്ങൾക്ക് ഞാൻ സന്തോഷപൂർവ്വം സമാധാനം പറഞ്ഞുകൊള്ളട്ടെ. നിനക്ക് തന്നെ മനസ്സിലാക്കാവുന്നതുപോലെ ജെറുസലേമിൽ ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് 12 ദിവസത്തിലധികമായിട്ടില്ല. ഞാൻ ദേവാലയത്തിലോ സെനഗോഗുകളിലോ നഗരത്തിലെവിടെയെങ്കിലുമോ വെച്ച് ആരോടെങ്കിലും തർക്കിക്കുന്നതായോ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതായോ അവർ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്കെതിരായി കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തെളിയിക്കാനും അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ നിന്റെ മുൻപിൽ ഇതു ഞാൻ സമ്മതിക്കുന്നു: അവർ ഒരു മതവിഭാഗം എന്ന് വിളിക്കുന്ന മാർഗമനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. നിയമത്തിലും പ്രവചന ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുത്ഥാനമുണ്ടാകും എന്നാണ് ദൈവത്തിലുള്ള എൻ്റെ പ്രത്യാശ. ഇവരും ഇതുതന്നെ പ്രത്യാശിക്കുന്നവരാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ്. വളരെ വർഷങ്ങൾക്കു ശേഷം ഞാൻ വന്നത് എൻ്റെ ജനത്തിന് ദാനധർമ്മങ്ങൾ എത്തിക്കാനും കാഴ്ചകൾ സമർപ്പിക്കാനുമാണ്. ഞാനത് നിർവഹിക്കുന്നതിനിടയിൽ ശുദ്ധീകരണം കഴിഞ്ഞ് ദേവാലയത്തിലായിരിക്കുമ്പോഴാണ് ഇവരെന്നെ കണ്ടത്. എൻ്റെ കൂടെ ജനക്കൂട്ടമൊന്നുമില്ലായിരുന്നു, ബഹളമൊന്നും ഉണ്ടായതുമില്ല. എന്നാൽ അവിടെ ഏഷ്യക്കാരായ ചില യഹൂദന്മാരുണ്ടായിരുന്നു. അവർക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവർ നിന്റെ മുൻപിലെത്തി അത് സമർപ്പിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ
ഞാൻ ആലോചനാ സംഘത്തിൻ്റെ മുൻപാകെ നിന്നപ്പോൾ എന്തു കുറ്റമാണ് എന്നിൽ കണ്ടതെന്ന് ഈ നിൽക്കുന്നവർ പറയട്ടെ. മരിച്ചവരുടെ പുനരുത്ഥാനം സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വിസ്തരിക്കപ്പെടുന്നത് എന്ന് അവരുടെ നടുക്ക് നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞതൊഴികെ മറ്റൊരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. മാർഗത്തെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയാമായിരുന്ന ഫെലിക്സ് ആകട്ടെ, സഹസ്രാധിപനായ ലീസിയാസ് വന്നിട്ട് നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിസ്താരം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചു. അവനെ തടവിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ കുറേയൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും സ്വന്തക്കാരിൽ ആരെയും അവനെ പരിചരിക്കുന്നതിൽ നിന്ന് തടയരുതെന്നും അവൻ ശതാധിപന് കൽപ്പന കൊടുത്തു. ഫെലിക്സിൻ്റെ തടങ്കലിൽ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയായ ഭാര്യ ദ്രൂസില്ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു. അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: തൽക്കാലം നീ പൊയ്ക്കൊള്ളുക. ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. എന്നാൽ അതേസമയം പൗലോസിൽ നിന്ന് കൈക്കൂലി കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അതിനാൽ പലപ്പോഴും അവൻ പൗലോസിനെ വരുത്തി സംസാരിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഫെലിക്സിൻ്റെ പിൻഗാമിയായി പോർസിയൂസ് ഫെസ്തൂസ് വന്നു. യഹൂദരോട് ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടിട്ട് പോയി.